ഉത്തരാഖണ്ഡിലെ എൻ്റെ അടുത്ത ജോലി പിത്തോരാഗാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് രുദ്രാപൂരിൽ നിന്നും ഏകദേശം 220 കിലോമീറ്ററോളം ദൂരം വരും. നിരപ്പിൽ നിന്നും 5335 അടിയോളം ഉയരത്തിൽ കിടക്കുന്ന ഒരു മലമ്പ്രദേശമാണ് ഈ പിത്തോരാഗാഡ്. പിത്തോരാഗാർഹിലേക്കുള്ള യാത്രാ വഴിമതി നമുക്ക് അതിമനോഹരവും വിശാലവുമായ നെൽകൃഷി പാടങ്ങൾ കാണാൻ സാധിക്കും. നെൽകൃഷി മാത്രമല്ല, കടുക്, പൂക്കൾ, ഗോതമ്പ്, അങ്ങനെ ചോളം, ബാർലി, കരിമ്പ്, അങ്ങനെ പലതരത്തിലുള്ള കൃഷികൾ ഇവിടെയുള്ള ഫാമേഴ്സ് ചെയ്തു പോരുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബൈക്കിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വളരെ മനോഹരമായ ഗ്രാമാന്തരീക്ഷം നമുക്ക് ആസ്വദിക്കാൻ കഴിയും കേട്ടോ. കണ്ടില്ലേ, കടുക് കൃഷികൾ, അതിൻ്റെ ഒരു മഞ്ഞ കളറൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ അത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ ഈ എന്താ പറയുക, ഈ കൃഷിയുടെയൊക്കെ ആ സൗന്ദര്യമൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ട് എൻ്റെ യാത്ര ഇങ്ങനെ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ഞാൻ ഒരു ഏർലി മോർണിംഗ് ഒരു 6 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇവിടുത്തെ തണുപ്പിൽ എനിക്ക് എന്താ പറയുക, എണീക്കാൻ പറ്റിയില്ല, ഒരുങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ഇന്ന് 205 210 230 അങ്ങനെ എത്രയോ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ടതുണ്ട്. പക്ഷേ എത്ര മണിക്കൊക്കെ ഞാൻ എത്തിച്ചേരും എന്നുള്ളതിൽ എനിക്ക് ഇന്നിപ്പോൾ ഭയങ്കര ടെൻഷനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മലനിരകളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ ടൈം എടുക്കും. നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുമ്പോൾ സമയം വളരെ കുറവായിട്ടൊക്കെ കാണുമെങ്കിലും പക്ഷേ നമുക്കറിയാലോ, ഹിൽ സ്റ്റേഷനിലുള്ള ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടൈമിനൊന്നും നമുക്ക് എത്തിച്ചേരാൻ കഴിയണമെന്നില്ല. സോ അതുകൊണ്ട് ഞാൻ അധിക സ്ഥലങ്ങളിലൊന്നും ഞങ്ങളെ വണ്ടി നിർത്തി ടൈം സ്പെൻഡ് ചെയ്യുന്നത് പരമാവധി കുറച്ചിട്ടാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിമനോഹരങ്ങളായ മലനിരകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ആക്ച്വലി ഉത്തരാഖണ്ഡിൻ്റെ ഒരു 85% മലനിരകൾ തന്നെയാണ്. മലകളും കാടുകളുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. ബൈക്കിൽ യാത്ര ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കാറിൽ സ്വന്തം വെഹിക്കിളിൽ യാത്ര ചെയ്യുന്ന ആർക്കാണെങ്കിലും ഇത്തരത്തിലുള്ള മലനിരകളുടെ ഭംഗി, അതിൻ്റെ ചുറ്റുമുള്ള ആ ഗ്രാമാന്തരീക്ഷത്തിൻ്റെ ഭംഗി, ഇതൊക്കെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയും. അല്ലാതെ പ്രൈവറ്റ് ബസ്സുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിൾസിൽ ബുക്ക് ചെയ്തിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നിർത്തി ഇതേപോലെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴും ചിലപ്പോൾ നടക്കണമെന്നില്ല. അപ്പോൾ അതൊക്കെ ആ യാത്രയുടെ ആ ഒരു സൗന്ദര്യം നമുക്ക് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റാത്തതാക്കി മാറ്റും. സോ പരമാവധി നിങ്ങൾ വരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ പരമാവധി റെൻ്റൽ ബൈക്കുകളോ കാര്യങ്ങളോ ഒക്കെ അവൈലബിൾ ആയിരിക്കും ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ. സോ അതൊക്കെ എടുത്തിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക. ഇത്തരത്തിലുള്ള നല്ല മൊമെൻറ്റ്സ് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് എൻ്റെ സാധാ മൊബൈൽ ഫോണിൽ എടുക്കുന്ന ദൃശ്യങ്ങളിൽ എത്രത്തോളം നിങ്ങൾക്ക് ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിച്ച് തരാൻ അല്ലെങ്കിൽ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പിത്തോരാഗാർഹിലേക്കുള്ള വഴിയരികിൽ നമുക്ക് ഒരുപാട് മലകൾ കാണാൻ കഴിയും കേട്ടോ. ഒരുപാട് മലകൾ കയറി പോയിട്ട് വേണം നമുക്ക് പിത്തോരാഗാർഹിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും.
അതല്ലാതെ തന്നെ വളരെ അപകടം പിടിച്ച വഴികളുമാണിത്. കാരണം ഒരുപാട് തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന ഏരിയയാണ്. ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ പല കാലാവസ്ഥകളിലും ഉണ്ടാകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. സോ നമ്മൾ പോകുന്ന ഒരു ടൈം നമ്മൾ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ആ യാത്ര പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം അപകടം പിടിച്ച വഴികളാണിത്. അത്യാവശ്യം അഡ്വഞ്ചർ ട്രിപ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ മാസമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നൈനിത്താളിലൊക്കെ ഞാൻ ഇന്നലെയൊക്കെ അനുഭവിച്ച ആ ഒരു തണുപ്പിൻ്റെ അത്രത്തോളം എനിക്ക് ഇവിടെ ഇപ്പോൾ ഈ മല കയറുമ്പോൾ ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം നല്ലൊരു വെയിലൊക്കെ അടിക്കുന്നുണ്ട് ഇവിടെ. സോ ആ ഒരു ഇളം ചൂടിൽ ഇങ്ങനെ രാവിലെ ഒരു 10 മണി 11 മണി ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഹിൽ ഏരിയയിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇങ്ങനെ കയറാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഒരു ഗുഡ് ഫീലാണ് കിട്ടിയത്. വളരെ മനോഹരമായിട്ടുള്ള ഈ മലകളെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ഞാനൊരു 4:30 മണിയൊക്കെ ആകുമ്പോൾ അവിടെ റീച്ചാവും എന്നുള്ള രീതിയിലാണ് കാണുന്നത്. നോക്കാം എത്ര മണിക്ക് എത്തും എന്നുള്ളത്. വൈൽഡ് ലൈഫ് ആനിമൽസിൻ്റെ ഒക്കെ അറ്റാക്കും കാര്യങ്ങളൊക്കെ രാത്രികാലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഏരിയ ആണിത്. അതുകൊണ്ട് തന്നെ രാത്രി ഒരു 10-11 മണിക്ക് ശേഷം വെച്ചാൽ ഇവിടെയുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ക്ലോസ് ചെയ്യും. പിന്നെ ഇതിലെ കൂടി ഗതാഗതം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ബൈക്ക് പോലെയുള്ള ടു വീലേഴ്സൊക്കെ എടുത്തു പോകുന്നവർ നൈറ്റ് ട്രിപ്പ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഏരിയ അത്ര സേഫൊന്നും അല്ല. ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാകുന്ന ഏരിയയാണ്. ഒരുപാട് ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടായതിൻ്റെ ആ ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം അവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞ് വീണ കുറേ മീൻസ് നന്നാക്കുന്ന അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വഴിമതി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ്റും ഇപ്പോൾ കുറച്ചൊക്കെ റോഡിൻ്റെ വീതി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടികളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അതെന്തായാലും ഭാവിയിലേക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പാലങ്ങളൊക്കെ പുതിയതായിട്ട് നിർമ്മിച്ച പാലങ്ങൾ പോലും മഴക്കാലത്തൊക്കെ ഇടിഞ്ഞ് പോയതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഇതൊരു ഡേഞ്ചറായിട്ടുള്ള അത്യാവശ്യം അഡ്വഞ്ചറായിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലേക്കുള്ള യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ത്രില്ലിങ് തന്നെയാണ്. എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. എൻ്റെ പിത്തോരാഗ്രഹിലേക്കുള്ള യാത്ര ഇങ്ങനെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.